ഓക്കെ, നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അതില് എഫ് എമ്മിന്റെ സാധ്യതകൾ എവിടെയാണ് കൂടുതൽ വരുന്നത് പറഞ്ഞു. കമ്പനികളിലൊക്കെയാണ് എഫ് എമ്മിന് കൂടുതൽ സാധ്യതകളില്ല നമ്മൾ സൂചിപ്പിച്ചിട്ടാണ് പിന്നീട് ഫിനാൻസ് എന്താണെന്നും മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞും തുടങ്ങി അല്ലേ? എന്തായിരുന്നു മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നേ? മാനേജ്മെന്റ് ഈസ് ദി മാനേജിങ് അത് നമ്മൾ പറഞ്ഞതിന് മുമ്പ് വേറൊരു ടേം പറഞ്ഞിരുന്നല്ലോ, മാനേജിങ് ആക്ടിവിറ്റീസ് അല്ലെ? സിംപ്ലി മാനേജിങ് ആക്ടിവിറ്റീസ് ഈസ് കാൾഡ് മാനേജ്മെന്റ് അല്ലെ? ഒന്നും കൂടെ വൈഡായിട്ട് പറഞ്ഞാലാണ് എഫിഷ്യന്റ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ആക്ടിവിറ്റീസ്. എല്ലാ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇത്രയും ചെയ്താൽ മാനേജ്മെന്റ് ആയി. പ്ലാനിങ്, ഓർഗനൈസിങ് നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. ഡയറക്റ്റിംഗ് പറയേണ്ട ആവശ്യമില്ല. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും there will be certain employees or വർക്കേഴ്സും എംപ്ലോയീസും ഒക്കെ ഉണ്ടാവാം. അവർക്ക് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അവർക്ക് വേണ്ട ഗൈഡൻസും ഇൻസ്ട്രക്ഷൻസും കൊടുക്കണം. ഇല്ലെങ്കിൽ അവർക്ക് തോന്നിയ പോലെ ചെയ്യും. ഇപ്പൊ ഇവിടെ നമുക്കൊരു സിസ്റ്റം ഉണ്ട് കോളേജിൽ. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ സെം തുടങ്ങുമ്പോൾ അവേഴ്സ് അലോട്ട് ചെയ്യും, സെമസ്റ്റർ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ തുടങ്ങി ഒരുപാട് നൂലാമാലകളുണ്ട്. അതിന്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കും, ഗൈഡൻസ് കൊടുക്കും. ആ കൊടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡയറക്ഷൻ. ഇതൊന്നും നിങ്ങളെ പറയേണ്ട ആവശ്യമില്ല, കാരണം കഴിഞ്ഞ സെമ്മിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാണ് ഫസ്റ്റ് സെമ്മില്. അപ്പോ ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യും ഏതൊരു മാനേജ്മെന്റ് ആണെങ്കിലും. പിന്നെ ചെയ്യുന്നതാണ് കൺട്രോളിങ്. എന്താ കൺട്രോളിങ്? ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന്റെ കേസ് പറഞ്ഞിരുന്നു. എല്ലാ സംഗതിയും നമ്മൾ പ്ലാൻ ചെയ്യും, കൃത്യമായിട്ട് അന്നൊക്കെയുള്ളത് അറേഞ്ച് ചെയ്യും, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യും. പിറ്റേ ദിവസം കല്യാണം കഴിയും. എന്നിട്ട് നമ്മളൊന്ന് ഇരുന്ന് കൂടും. എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച ആളുകളൊക്കെ വന്നോ, എവിടെയാണ് നമുക്ക് പറ്റിയ പോരായ്മകൾ എന്നൊക്കെ ഒന്ന് അറിയാതെ, ഒന്നുമില്ലെങ്കിൽ ആ ഒരു ആരാണ് വീട്ടില്, ഉപ്പയോ ഉമ്മയോ ആരാ, അച്ഛനോ അമ്മയോ അച്ഛനോ, ഓരോന്ന് ഡിസ്കസ് ചെയ്യും. അതന്നെയാണ് ശരിക്കും കൺട്രോളിങ്. എന്താണ്, എന്തിനാ നമ്മൾ കൺട്രോൾ ചെയ്യണത്? അടുത്ത തവണ ഇനി ഇങ്ങനെയുള്ള ഡീഫോൾട്ടുകളൊന്നും വരാൻ പാടില്ല. സോ ഫോൾസ് വരാതിരിക്കാൻ, എന്തെങ്കിലും ഡീമെറിറ്റ്സ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കൺട്രോളിങ്, ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ്. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ഇത്രേ ഉള്ളൂ. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാനേജ്മെന്റ് ആണ്. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെൽഫ് മാനേജ്മെന്റ് ആണ്. നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ മാനേജ്മെന്റ് പുവർ ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ എന്താണ് മാനേജ്മെന്റ് എന്നും കിട്ടി. ഇനി രണ്ട് സംഗതികളെ നമ്മളുണ്ട് കൂട്ടി യോജിപ്പിച്ച നമുക്ക് വേണ്ട സാധനം കിട്ടി. എന്താ നമുക്ക് വേണ്ടത്? നമ്മുടെ മുതലാളി അല്ലെങ്കിൽ നമ്മുടെ സംഗതി എന്താ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. എന്താ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? സിംപ്ലി മാനേജിങ്, ഓർ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന മെത്തേഡിനെ, പ്രോസസ്സിനെ, ടെക്നിക്കിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്താ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ഒരുപാട് എന്തിലും ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് വരും. ആ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്യുന്ന പ്രൊസീജിയറിനെ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വിളിക്കാം. അപ്പൊ എന്താ പഠിച്ചേ? സിംപ്ലി മാനേജിങ് വാട്ട്? ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുക, അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒന്നും കൂടെ വൈഡായിട്ട് പറഞ്ഞാലോ, FM is the financial management is the planning, organizing, directing and controlling of financial activities in a business. ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഈ സംഗതിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്.
ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ടും 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫണ്ട്. ഏത് ബിസിനസ് ആണെങ്കിലും ഫണ്ട് വേണ്ടേ? ഫിനാൻസ് വേണ്ടേ? ഫണ്ട് വേണ്ടേ? വേണം. ഫണ്ട് ഉണ്ടായാൽ മാത്രം മതിയോ? ഹലോ, പറഞ്ഞോ. ആ ആ ആ ആ ആ ഉം. എങ്ങനെ? നമ്മളത് അത് നമ്മളെ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമല്ലേ? നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്താണ്, എത്രയ്ക്കാ വിറ്റ് വെച്ചാൽ അതേപോലെ റെക്കോർഡ് ചെയ്യും. ക്യാഷ് അക്കൗണ്ടിട്ട് സെയിൽസ് വെക്കും. നമ്മൾ ലാസ്റ്റ് അക്കൗണ്ടിങ് ചെയ്തിട്ട് നമ്മൾ P&L അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലോസ് വരും. അങ്ങനെ വരും. എന്താ വിഷയം? ഹലോ, പറഞ്ഞ മനസ്സിലായോ? ആ ലോസാ വരിക. എന്താ സംശയം? അക്കൗണ്ടിങ് കുട്ടികളെ, അക്കൗണ്ടിങ്ങിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? അവിടെ ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ മാത്രമേ അക്കൗണ്ടിങ് എന്ന് പറയുള്ളൂ. അത് ഇതുമായി ഒരു ബന്ധമല്ല. ഇവിടെ സെയിൽസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പണി ഉണ്ടാവും. എന്ത് ചെയ്യണം? കുറച്ച് ഇടങ്ങാറായിട്ട് ഒന്നും കൂടെ ഹോംവർക്കൊക്കെ ചെയ്താൽ ചിലപ്പോൾ അതിനൊരു മോഡിഫിക്കേഷൻ വരുത്തി നമുക്ക് ചിലപ്പോൾ സെയിൽസ് കൂട്ടാൻ പറ്റും. ഒരു സാധനം ഔട്ട് ഓഫ് മോഡലായി കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കും. അത് ആരുടെ കയ്യിലാണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കയ്യിലാണ്. അതിനുള്ള ഡിസിഷനൊക്കെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എടുക്കും. അതല്ലാതെ ഇതിനും അക്കൗണ്ടിനും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന റെക്കോർഡ് ചെയ്യും, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ലോസ് ആണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. ലോസ് ഇന്നത് കൊണ്ടാണ് വന്നതെന്നും പറയും. ബാക്കി ആര് ചെയ്യേണ്ടതാ? ടോപ്പ് മാനേജ്മെന്റ് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയോ? ആ, ഇവിടെ കുട്ടികളെ നമ്മൾ അതിലേക്കൊന്നും നിങ്ങൾ പോണ്ട. നിങ്ങൾ തൽക്കാലം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചു തുടങ്ങണുള്ളൂ. ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്ക് കിട്ടും. തൽക്കാലം ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഡയറക്റ്റിങ്ങും ഓർഗനൈസും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് വിളിക്കാം? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് വിളിക്കാം. പിന്നെ അതിൽ വരുന്ന സംഗതികൾ എന്തൊക്കെയാണ് FM ചെയ്യേണ്ടി വരിക? നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 സംഗതികൾ പറയാമെന്നാണ് പറഞ്ഞത്. ഒന്ന്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പണി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫണ്ട്. ഏത് സ്ഥാപനമാണെങ്കിലും, ഈ ഒരു പെട്ടിക്കടയാണെങ്കിലും, എത്ര കോടിയുടെ ആസ്തിയുള്ള അല്ലെങ്കിൽ വേണ്ട ക്യാപിറ്റൽ വേണ്ട കമ്പനി ആണെങ്കിലും ഫണ്ട് വേണം. ഫണ്ട് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. അപ്പൊ ഇത് കണ്ടെത്തേണ്ട പണി ആർക്കാണ്? നമ്മളെ ടീമിനാണ്. ആർക്ക്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിനാണ്. എന്ത് കണ്ടെത്തേണ്ടത്? ഫിനാൻസ് കണ്ടെത്തേണ്ടത്. ഈ ഫിനാൻസ് കണ്ടെത്തിയാൽ മാത്രം മതിയോ? പോരാ. അതിനെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലും, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യൂട്ടിലൈസിങ് ദ ഫണ്ട് ഈസ് വെസ്റ്റഡ് വിത്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മള് ഫണ്ട് ഉണ്ട്, ഫണ്ട് കണ്ടെത്തി. ആ ഫണ്ട് കണ്ടെത്തി തോന്നിയ പോലെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് ബജറ്റൊക്കെ ഇട്ടിട്ട് 10 കോടിയാണ് ഇതിന് വേണ്ട ക്യാപിറ്റൽ എന്ന് കണ്ടെത്തി. ആ 10 കോടി നമ്മൾ കണ്ടെത്തിയ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കഴിയൂല. അതിന് എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. ബിസിനസ് നടത്തണം. എത്രത്തോളം അസറ്റുകൾ വാങ്ങിക്കണം, എത്രത്തോളം റോ മെറ്റീരിയൽസ് വാങ്ങിക്കണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കണം. സോ ആ ഡിസിഷനും കൂടെ എവിടെ വരും? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരും. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടും, അല്ലേ? എന്ത്? ഫണ്ട് കണ്ടെത്തി അതിനെ ബെറ്റർ ആയിട്ട് ബിസിനസ്സിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാല് ലാസ്റ്റ് അപ്പോ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് കിട്ടും. അതിനെന്ത് ചെയ്യണം? അപ്രോപ്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വീതിച്ചു കൊടുക്കണം. എത്രയാണ് നമ്മള്
അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. എത്രത്തോളം പൈസ ഇവിടെ തന്നെ വെക്കണം. ഇപ്പം ഞാൻ ഇന്നലെ കമ്പനികളുടെ കേസൊക്കെ കുറേ പറഞ്ഞു. കമ്പനികളുടെ പ്രത്യേകത, ഞാനൊക്കെ അതിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ ഇന്ന് എക്സ്പെക്ട് ചെയ്യുക എന്താ? രണ്ട് സംഗതികളാണ്. അതിന് പ്രോഫിറ്റ് കിട്ടണം, രണ്ട് എൻ്റെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യണം. സോ ഓരോ സ്ഥാപനത്തിനും പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റ് ഇവർ മുഴുവനായിട്ട് എന്ത് ചെയ്യൂല, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കൊന്നുമില്ല. കാരണം പെട്ടെന്നൊരു എമർജൻസി ഒക്കെ വരും. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യാൻ അവർക്ക് അവരുടെ കയ്യിൽ എന്ത് വേണം? ഫണ്ട് വേണ്ടേ? അപ്പൊ അതിനെന്ത് ചെയ്യും? ഒരു ഫിക്സഡ് എമൗണ്ട് ഒക്കെ എന്ത് ചെയ്യും, കുറച്ചൊരു എമൗണ്ട് ഒക്കെ എന്ത് ചെയ്യും, അവര് അവിടെ എടുത്തു വെക്കും. അതിനെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏണിങ്സ് എന്നൊക്കെ പറയും. അതന്നെയാണ് റീറ്റെയിൻഡ് ഏണിങ്സ്. ഏണിങ്സിന്റെ ഭാഗം റീറ്റെയിൻ ചെയ്യുക. അപ്പൊ ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് നമ്മളെ FM-ൽ വരെ. എന്തൊക്കെ പറഞ്ഞ? ഫണ്ട് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം മതിയോ? യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, അതന്നെ, അത്ര പറഞ്ഞാൽ മതി. യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് അല്ലേ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫണ്ട്, യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് അല്ലേ? പിന്നെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് കിട്ടുന്നത് എത്ര ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണം ഓണേഴ്സിന്. ഇപ്പൊ നമ്മൾ ബാങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ ഞാൻ കൊണ്ടുപോയിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. കമ്പനികളിൽ ഞാൻ കൊണ്ടുപോയിട്ട് എനിക്ക് എന്താ കിട്ടുക? ഡിവിഡൻ്റാ കിട്ടുക. എന്താ കിട്ടുക? അതിന്റെ പ്രോഫിറ്റിനെ പറയുന്ന പേര് ഡിവിഡൻ്റ് ആണ്. അപ്പൊ ഡിവിഡൻ്റ് എത്ര കൊടുക്കണം, ഇനി എത്ര ഭാഗം നമ്മളെ സ്ഥാപനത്തിൽ അത് നിലനിർത്തണം എന്നൊക്കെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിനാണ്. കിട്ടിയോ? ഒരു ബേസ് ആയിട്ടുള്ള മീനിങ് മാത്രം, ഒരു നാരോ സെൻസിലുള്ള മീനിങ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്താണ്? ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുക. അവിടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കൺട്രോളിങ്ങും ഒക്കെ വരും. പിന്നെ ഇവര് ചെയ്യുന്നത് 2-3 പണി എന്ന് പറഞ്ഞാൽ ഫണ്ട് കണ്ടെത്തുക, അതിന് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കിട്ടി അതിന്റെ ഓണർമാർക്ക് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക, കുറച്ച് അവിടെ എമർജൻസി ഒക്കെ വരുന്നതിന് വേണ്ടി യൂസ് ചെയ്യുക. ഇത്രയൊക്കെ മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ടൊരു ഡെഫിനിഷൻ നോക്കാം. മീനിങ് ചോദിച്ചാൽ നിങ്ങൾ 3 മീനിങ് ഞാൻ പറഞ്ഞു. എന്തൊക്കെ മീനിങ്ങാ പറഞ്ഞ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. രണ്ടാമത്തത് എന്താ പറഞ്ഞ? ഇറ്റ് ഈസ് ദ പ്ലാനിങ്. ഒരു ബിസിനസ്സിലെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. എന്താണ്? ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട സംഗതികളിലാണ് ഡയറക്ഷൻസ് കൊടുക്കുന്നത്, ഫിനാൻഷ്യൽ ആക്ടിവിറ്റികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. അതും FM-ന്റെ മീനിങ് ആണ്. പിന്നെന്താ പറഞ്ഞ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് 3 തിങ്സ്. ഏതൊക്കെയാ പറഞ്ഞ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫണ്ട്, യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലേ? ഇത്രയൊക്കെ എഴുതി ഞങ്ങൾക്ക് എവിടെയും മാർക്ക് നഷ്ടപ്പെടില്ല. 2 മാർക്ക് ഉണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടും. വാട്ട് ഈസ് FM എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടിയില്ലേ? കിട്ടും. ദെൻ ഒരു ഡെഫിനിഷൻ നോക്ക്. ആരുടെ? PG ഹേസ്റ്റിങ്സ്. ഒരൊറ്റ ഒന്ന് നോക്കിയാൽ മതി, കുറെ ഒന്നും നോക്കണ്ട. ആണെങ്കിൽ 2 തന്നിട്ടുണ്ട്, അത് 2 നോക്കാം. PG ഹേസ്റ്റിങ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എക്സ്പേർട്ട് ആണ്. നമ്മൾ അതിനു മുമ്പ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനൊരു ഫാദറൊക്കെ ഉണ്ട്. ആ ഫാദറിനെ പറയുന്ന പേരാണ് സോളമൻ എസ്ര. ആരാണ്? എസ്ര. ഓക്കെ, എസ്ര എന്ന് പറഞ്ഞ സിനിമയ്ക്കല്ല, ഓർത്താൽ. സോളമൻ എസ്രയാണ് ഫാദർ. പിന്നെ മോഡേൺ ഫിനാൻസിന്റെ ഫാദർ ആരാ ചോദിക്കാറുണ്ട്. ഫെമ എന്ന് പറഞ്ഞ ആളാണ് മോഡേൺ ഫിനാൻസിന്റെ ഫാദർ. അപ്പോ FM-ന്റെ ഫാദർ ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാ? സോളമൻ.
മോഡേൺ ഫിനാൻസിന്റെ ഫാദർ ഫെമ, FEMA. ക്ലിയർ? ഫെമ. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. FM കൂടുതലായിട്ടും അപ്ലൈ ചെയ്യുക ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിലാണ്? കമ്പനി. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ FM ഇല്ല എന്നല്ല, കൂടുതൽ സാധ്യതകൾ എവിടെയാണ്? FM-ലാണെന്ന് പറഞ്ഞു, സോറി കമ്പനികളിലാണ്. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മീനിങ് പറഞ്ഞു, ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു PG Hastings, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് റേസിംഗ് ആൻഡ് സ്പെൻഡിങ്. ഞാൻ നിങ്ങളോട് തൊട്ട് മുമ്പ് പറഞ്ഞ എന്തായിരുന്നു? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫണ്ട്, അല്ലെ? പിന്നെ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഈ രണ്ടിനെയും എംഫസിസ് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡെഫിനിഷൻ ആണത്. നോക്കി നോക്ക്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദി ആർട്ട്. വൈ FM ഈസ് കാൾഡ് ആൻ ആർട്ട്? എന്തുകൊണ്ടായിരിക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ ആർട്ട് എന്ന് വിളിക്കാൻ കാരണം? ഇത് ഞാൻ അക്കൗണ്ടിങ് പഠിപ്പിച്ചു തന്നപ്പോൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ? എന്തുകൊണ്ട് അക്കൗണ്ടിങ് ആർട്ട് എന്ന് വിളിക്കുന്നു? ആ പക്ഷെ ഞാനതല്ല, നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ അക്കൗണ്ടിങ് തുടങ്ങിയ ദിവസം ഞാൻ ഇതല്ല നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഓർമ്മയുണ്ടോ? എന്തുകൊണ്ട് അക്കൗണ്ടിങ്ങിന് ആർട്ട് എന്ന് വിളിക്കുന്നു, എന്തുകൊണ്ട് മാനേജ്മെന്റ് ആർട്ട് എന്ന് വിളിക്കുന്നു എന്ന് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാ? ആർക്കും ഓർമ്മല്ല? നമ്മളെ ഒരാളെ, ഞാൻ അന്ന് അങ്ങനത്തെ ഒരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. ഒരാളെ ഇരട്ടപ്പേരൊക്കെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും പലപ്പോഴും അതിനെ ഒരു ഇരട്ടപ്പേരായിട്ട് വിളിക്കുന്നത്? അതാണ് സത്യം. എന്താണ് ഇവിടെ വന്നു? എന്താണ് ആർട്ട് എന്ന് വിളിക്കാനുള്ള കാരണം? ആ പറഞ്ഞ സംഗതിക്ക് ആർട്ടിന്റെ എന്തുണ്ടാവും? ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, ഫീച്ചേഴ്സ് ഉണ്ടാവും. അക്കൗണ്ടിങ്ങിനും മാനേജ്മെന്റിനും ആർട്ടിന്റെ ഫീച്ചർ ഉണ്ടായത് കൊണ്ടാണ് അതിന് ആർട്ട് എന്ന് വിളിക്കാൻ കാരണം. FM-നും ആർട്ടിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. എന്താ ആർട്ടിന്റെ ഫീച്ചേഴ്സ്? ഒരു 2-3 മെയിൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന്, എന്ത് വേണം? നോളജ് വേണം, സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. 2, അപ്ലിക്കേഷൻ ഓഫ് സ്കില്ല്, അല്ലെ? അപ്ലിക്കേഷൻ ഓഫ് സ്കില്ല്. 3, ക്രിയേറ്റീവ് എബിലിറ്റി. 4, കണ്ടിന്യൂസ് പ്രാക്ടീസ്. ഈ 4 ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആർട്ട് എന്ന് വിളിക്കുള്ളൂ. നോളജ് ഇല്ലാത്തതിന്, പാട്ട് പാടാൻ കഴിയാന്ന് പറയുന്ന ഒരു നോളജാണ്, അപ്പോഴേ അത് ആർട്ടാവുള്ളൂ. അത് സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അപ്ലൈ ചെയ്യുമ്പോൾ അത് ആർട്ടാവുള്ളൂ, അല്ലേ? അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലേ കുട്ടികളെ ആർട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആർട്ടുണ്ടോ? എന്റെ മനസ്സിൽ എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയും എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞാൽ ഞാനൊരു കലാകാരനായിട്ട് മാറുമോ? ഇല്ല. എപ്പോഴാ? ഞാനത് കൃത്യമായിട്ട്, അല്ലെ? പെയിന്റിങ് ആണ്, ഈ പെയിന്റിങ് വരച്ചുകൊണ്ട് വരച്ച് കൃത്യമായിട്ടത് പുറത്ത് കാണിക്കുമ്പോഴേ, അപ്ലൈ ചെയ്യുമ്പോഴേ അതെന്താവുള്ളൂ? ആർട്ടാവുള്ളൂ. ഞാൻ ഒരു ദിവസം ചെയ്തു പിന്നെ അങ്ങനെ നിലനിർത്താതെ പോയി, അപ്പൊ ഞാൻ കലാകാരനാവോ? ഇല്ല. സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് പ്രാക്ടീസ് വേണം. പിന്നെയോ ക്രിയേറ്റിവിറ്റി വേണം. എന്തെങ്കിലും വരച്ചുകൊണ്ട് കാര്യമുണ്ടോ? വരക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റും. ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമ്പോഴേ അവിടെ കലാകാരനായിട്ട് മാറുള്ളൂ, അല്ലെ? അപ്പൊ ഈ 4 ഫീച്ചേഴ്സും ആർട്ടിനുണ്ട്. ഈ ആർട്ടിന്റെ 4 ഫീച്ചേഴ്സും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്. നോളജ് ഇല്ലാത്തവനെ ഫിനാൻഷ്യൽ മാനേജറായിട്ട് നമ്മൾ ഇരുത്തുവോ? ഇല്ല. ഇത് അപ്ലൈ ചെയ്യണില്ലേ? എവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്? ജേണലും ലെഡ്ജറും കുട്ടികളെ നമ്മൾ അക്കൗണ്ടിങ് അല്ല ചെയ്യണത്. നിങ്ങൾ അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഒന്നാക്കല്ലേ? ഫിനാൻഷ്യൽ മാനേജ്മെന്റും അക്കൗണ്ടിങ്ങും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഫണ്ടിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ആ ട്രാൻസാക്ഷൻസ് ഒക്കെ വരുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് അക്കൗണ്ടിങ് ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എവിടെ അപ്ലൈ ചെയ്യുന്നത്? കമ്പനികളിലും സ്ഥാപനങ്ങളിലും ആരുണ്ട്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്. ക്ലിയർ?
അപ്പൊ എവിടെ അപ്ലൈ ചെയ്യേണ്ടത്? സ്ഥാപനങ്ങളിൽ ഫിനാൻഷ്യൽ എഫ്.എം അപ്ലൈ ചെയ്യുന്നില്ലേ? ആ, അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതൊരു അക്കൗണ്ടിങ്ങിന്റെ സബ് ബ്രാഞ്ച് ആയിട്ട് കാണരുത്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയട്ടോ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗമാണ് അക്കൗണ്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം വലുതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അക്കൗണ്ടിങ്ങിന്റെ ഭാഗമല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, തിരിച്ചു വേണമെങ്കിൽ പറയാം. കാരണം ഫിനാൻഷ്യൽ മാനേജറുടെ കീഴിൽ ഒക്കെയാണ് അക്കൗണ്ടിങ്, അക്കൗണ്ടന്റ് എന്ത് ചെയ്യാ, വർക്ക് ചെയ്യാം. ചിലവിടത്തിട്ടോ, ചിലവിടത്ത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇവര് ഞാൻ ആലോചിച്ച് നോക്ക്, വലിയ കൺസെപ്റ്റാ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫണ്ട് കണ്ടെത്തണം, യൂട്ടിലൈസ് ചെയ്യണം, ഞാൻ അതിനെ പ്രോഫിറ്റ് കിട്ടിയത് അലോക്കേറ്റ് ചെയ്യണം. അക്കൗണ്ടന്റ് ഒരു സിമ്പിൾ ജോബാ. എന്താ ജോബ്? ബില്ലുകൊണ്ട് ഇങ്ങനെ വരും, അതിങ്ങനെ സിസ്റ്റത്തിൽ ഡെബിറ്റും ക്രെഡിറ്റും വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്ന് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള പണിയുണ്ട്. ആദ്യം നമ്മൾ ഫിനാൻഷ്യൽ മാനേജർക്ക് എന്തൊക്കെ പണിയുണ്ടെന്ന് ആലോചിക്കണം. ഒരുപാട് സംഗതികൾ വരും. അപ്പോ അക്കൗണ്ടിങ്ങും തമ്മിൽ മാച്ച് ചെയ്ത് പോകരുത്. രണ്ടും എന്താണ്, ഡിസിപ്ലിൻ ആയിട്ട് തന്നെ പഠിക്കുക, രണ്ട് തലങ്ങളായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ എന്താ പറഞ്ഞ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദി ആർട്ട്. ആർട്ടാണ്, സംശയമില്ലല്ലോ? ഇല്ല. ആർട്ട് ഓഫ് വാട്ട്? റൈസിങ് ആൻഡ് സ്പെൻഡിങ് മണി. റൈസിങ് എന്ന് പറഞ്ഞെന്താ? ഐഡന്റിഫിക്കേഷൻ. റൈസ് ചെയ്യുക, ഫണ്ട് റൈസ് ചെയ്യുക, ഫണ്ട് കണ്ടെത്തുക. ഫണ്ട് കണ്ടെത്തുക, ഫണ്ട് റൈസ് ചെയ്യുക. അപ്പോ റൈസിങ് എന്ന് ഉദ്ദേശിച്ചത് ഐഡന്റിഫിക്കേഷൻ എന്നാണ്. ദെൻ സ്പെൻഡിങ് ഉദ്ദേശിച്ചത് എന്താ? നേരത്തെ പറഞ്ഞിരുന്നു, എന്തായിരുന്നു? FM is concerned with 3 things. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? FM is concerned with 3 things. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫണ്ട് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് അല്ലേ? സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? യൂട്ടിലൈസ് ചെയ്യാനല്ലേ? എത്രത്തോളം ബിൽഡിംഗ് കെട്ടാൻ വേണം, എത്രത്തോളം എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പോൾ അതിനും നീക്കിയിരിപ്പ് വേണം, എത്രത്തോളം നമ്മൾ പുറത്തുള്ള ഗാർഡനിങ്ങിന് ചെലവാക്കണം, എത്രത്തോളം മാർക്കറ്റിങ്ങിന് ചെലവാക്കണം. അല്ല കുട്ടികളെ, ഒരുപാട് ഫണ്ട് പല ഏരിയകളിലേക്ക് ആവശ്യം വരും. എത്ര റോ മെറ്റീരിയൽസ് വേണം, എത്ര മെഷീനറീസ്, എത്ര രൂപയുടെ മെഷീനറീസ് വേണം. അല്ല കുട്ടികളെ, ഇവിടെയൊക്കെ ഫണ്ടിന്റെ ആവശ്യം വരൂലേ? അല്ലേ? ആ ഒരു യൂട്ടിലൈസേഷനും ഫണ്ട് കണ്ടെത്തുന്നതും അടങ്ങിയ ഒരു പ്രോസസ്സിനെ, ആർട്ടിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എന്തെന്ന് വിളിക്കാം? അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 2 കാര്യങ്ങളാണ് വരുന്നത് ഇയാൾ പറഞ്ഞത്. എന്തൊക്കെയാ? റേസിങ്ങും സ്പെൻഡിങ്ങും ഓഫ് മണി അല്ലേ? റേസിംഗ് ആൻഡ് സ്പെൻഡിങ് ഓഫ് മണി അല്ലേ? റേസിംഗ് എന്താ ഉദ്ദേശിച്ചത്? റേസിംഗ് എന്താ ഉദ്ദേശിച്ചത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫണ്ട്. പിന്നെ പറഞ്ഞ സ്പെൻഡിങ് എന്താ ഉദ്ദേശിച്ചത്? സ്പെൻഡിങ് യൂട്ടിലൈസ് ചെയ്യുക, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് തീരുമാനിക്കുക അല്ലെ? തോന്നണ പോലെ യൂട്ടിലൈസ് ചെയ്ത ഫണ്ട് ഇതിലെ പോയിന്നറിയോ? നമുക്കൊക്കെ ഫണ്ട് കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ, നമ്മളൊക്കെ പ്രശ്നം തന്നെയാണ്, ശമ്പളമൊക്കെ ഉണ്ടാവും, പക്ഷേ അത് ഇതിലെ പോണെന്നറിയില്ല. അപ്പൊ കണ്ടെത്തിയാൽ മാത്രം പോരാ, അതിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യലും ആരുടെ പണിയാ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പണിയാ. അപ്പൊ അക്കോർഡിംഗ് ടു ആരാ? PG ഹേസ്റ്റിങ്സ്. എന്താ പറയുന്നത്? PG ഹേസ്റ്റിങ്സ് ഡിഫൈൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദി, പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് റൈസിംഗ് ആൻഡ് സ്പെൻഡിങ് മണി. ഇത് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. റൈസിംഗ് ആൻഡ് സ്പെൻഡിങ് ഓഫ് മണി അല്ലേ? നല്ല കുട്ടികളെ. ഇനി വേറെ ഡെഫിനിഷൻ നോക്ക്. ആർച്ചർ ആൻഡ് ആംബ്രോസിയോ. ആർച്ചർ ആൻഡ് ആംബ്രോസിയോ എന്താ ഡിഫൈൻ ചെയ്യുന്നത്? ഇയാളും ഒരു FM എക്സ്പേർട്ട് ആണ്. FM ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ്, എന്താണ്? അപ്ലിക്കേഷൻ പ്ലാനിങ് ആൻഡ് controlling function to the finance function.
ഇവിടെ ഫിനാൻസ് ഫംഗ്ഷൻ ഉദ്ദേശിച്ചത് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി. ഈ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് പ്ലാനിങ്ങും കൺട്രോളിങ്ങും അപ്ലൈ ചെയ്യുമ്പോൾ FMIലെ നേരത്തെ തന്നെ പറഞ്ഞെന്താ, മാനേജ്മെന്റും ഫിനാൻസും കൂടി ചേർന്നതാണ് എന്ത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞൂടെ, അപ്ലിക്കേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്, അതാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. ബാക്കിയൊക്കെ അഡീഷൻ ആണ്, ഡയറക്ടിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ. അപ്പൊ മെയിൻ ആയിട്ടുള്ള പറഞ്ഞു എന്നുള്ളൂ. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഫങ്ഷൻ ടു ദി എങ്ങോട്ട്, ഏതിലേക്ക് കുട്ടികളെ, ഫിനാൻഷ്യൽ ഫങ്ഷനിലേക്ക് പ്ലാനിങ്ങും കൺട്രോളിങ്ങും കൊണ്ടുവരുമ്പോ അതെന്തായി മാറി, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ആ പ്ലാനിങ്ങും കൺട്രോളിങ്ങും എന്നുള്ളത് മാനേജ്മെന്റ് ആണ്, അതുകൊണ്ട് ഒഴിവാക്കിയ വെറും ഫിനാൻസ് ആയി. ആ ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയിലേക്ക് പ്ലാനിങ് കൺട്രോളിങ് വരുമ്പോ എന്തായി, ഫിനാൻഷ്യൽ ഐഡിയ കിട്ടിയോ, സംഭവം കിട്ടിയോ? സംഭവം വളരെ എളുപ്പമാണ്. നമ്മൾ ഇങ്ങനെ ആക്കം പോലെ പഠിച്ചു വരും. ഇതിൽ എന്തൊക്കെ വരുന്നൊക്കെ ആക്കം പോലെ പഠിച്ചോളൂ. ഇതിന്റെ എന്താ വരും എന്നുള്ളതാണ് നമ്മൾ ഓരോ മൊഡ്യൂളായിട്ട് പഠിക്കുന്നത്. സോ മീനിങ്ങും ഡെഫിനിഷനും കണ്ടോ, നമ്മൾ 2 ക്ലാസ് കൊണ്ട് എടുത്തതാണ് ഇപ്പൊ അത്ര. കാരണം വളരെ സിമ്പിളാണ്, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ എന്തുണ്ട്, കുറേ ഉണ്ട് എന്നുള്ളതാണ്. യെസ്, ടാസ്ക്കാണ്. ചോദിച്ചോ. അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റോ? അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരിക്കലും മിക്സ് ചെയ്യണ്ട. അക്കൗണ്ടിങ് എന്താ ചെയ്യുക വെച്ചാൽ, ഇപ്പൊ ഒരു സ്ഥാപനം ഉണ്ട്, അവിടെ ഇങ്ങനെ ബിസിനസ് നടക്കും. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ബിസിനസ് നടക്കും, ബിസിനസ് നടന്ന് അവിടെ കുറെ റോ മെറ്റീരിയൽസ് ഇറക്കും, പിന്നെ അത് വെച്ച് പ്രൊഡക്ഷൻ നടക്കും, കുറെ എക്സ്പെൻസുകൾ ഉണ്ടാവും, പിന്നെ എംപ്ലോയീസ് ഉണ്ടാവും, ഒരു സാലറി കൊടുക്കും, ഇതൊക്കെ ഉണ്ടാവൂലേ? ഉണ്ടാവുമ്പോ അവിടെ കുറെ എക്സ്പെൻസുകൾ ഉണ്ടാവൂലേ? അതിനൊക്കെ എഴുതി വെക്കല്ലേ? എഴുതി വെക്കൂലേ? റെക്കോർഡ് ചെയ്യൂലേ? ആ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സുള്ള എന്ത്, അക്കൗണ്ടിങ്. എന്തിനാ അങ്ങനെ എഴുതി വെക്കണേ? അങ്ങനെ എഴുതി വെച്ചാലുള്ളൂ നമുക്ക് എന്ത് കിട്ടുക, സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റിയും ലോസ് ആണെന്ന് അറിയാൻ പറ്റുക. അവിടെ നിർത്തുക അക്കൗണ്ടിങ്. ഓക്കെ, ഫണ്ട് കണ്ടെത്തുന്നത് ഒരിക്കലും അക്കൗണ്ടിങ്ങിന്റെ ഭാഗമാവില്ല. ആവോ? ഫണ്ട് കണ്ടെത്തിയിട്ട് അത് എഴുതി വെക്കുന്നത് അക്കൗണ്ടിങ് ആണ്. മനസ്സിലായോ? അക്കൗണ്ടന്റ് ചെയ്യുന്ന ശരിക്കും ഒരു പ്രാക്ടീസാണ്, മറ്റേതൊരു തിങ്കിങ് പ്രോസസ്സാണ്. തിങ്കിങ്ങും ഡൂയിങ്ങും ഉണ്ട്, പക്ഷെ നാളെ ചോക്ക് ഫണ്ട് കണ്ടെത്തുക. ഇപ്പൊ ഏതെങ്കിലും ഒരു അക്കൗണ്ടന്റ് പോയിട്ട് ആ സ്ഥാപനത്തിന് വേണ്ട 10 ലക്ഷം രൂപ വേണമെങ്കിൽ അത് കണ്ടെത്തുക? ഇല്ല. അയാൾ എന്താ ചെയ്യാ, അതിന്റെ ഓണർമാരോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട മാനേജർമാരോ എന്ത് ചെയ്യും, ഫണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ടുള്ള സംഗതികൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഒന്നും വേണ്ടെങ്കിൽ ഇപ്പൊ കോളേജിൽ ആലോചിച്ച് നോക്കി, കോളേജിലേക്ക് ഇപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് ആണോ തീരുമാനം എടുക്കുക? അല്ല, മാനേജ്മെന്റ് ആണ്. അക്കൗണ്ടന്റ് എന്താ ചെയ്യാ, ആ തീരുമാനം നടന്നിട്ട് അതിനെന്തെങ്കിലും ഇപ്പൊ ഗാർഡൻ കൊണ്ടുവരികയാണ്, ഗാർഡൻ വന്നു കഴിഞ്ഞാൽ അതിന് ചെലവുണ്ടാവും. ആ ചെലവുണ്ടായത് എത്ര വെച്ചാൽ അത് എവിടെ എഴുതി വെക്കും, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെക്കും. മനസ്സിലായോ? മനസ്സിലായോ? എംപ്ലോയീസിന്റെ സാലറി ആരാ ഫിക്സ് ചെയ്യുക, മാനേജ്മെന്റ് ഫിക്സ് ചെയ്യും, എത്രത്തോളം കൊടുക്കണം എന്നുള്ളത്, അല്ലേ? എന്നിട്ടോ അക്കൗണ്ടന്റ് എന്ത് ചെയ്യാ, ആ സാലറി കൊടുക്കും, അല്ലേ? രണ്ടും ചോദിച്ചോ. ആ ഉം, ഉം. ഉം.
എങ്ങനെ ഈ ഒരാലോചിച്ച് നോക്ക്, ഞാനും നീയും തമ്മിലൊരു ബിസിനസ് നടത്തി. അപ്പോ ബിസിനസ് നടത്തിയിട്ട് ഞാൻ അതിലൊരു അക്കൗണ്ടന്റിനെ വെച്ചു. ആ അക്കൗണ്ടന്റിന് ശരിക്കുള്ള പണി എന്തുള്ളൂന്നോ? അവിടെ വരുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യലുള്ളൂ. പക്ഷെ ഇജ്ജ് എന്ത് ചെയ്തു? അവന് ഫിനാൻഷ്യൽ കൺട്രോളിങ്ങിന്റെ പവറും കൂടെ കൊടുത്തു വിചാരിച്ചോ? അപ്പൊ എന്തായി? അയാൾ ചെയ്യുന്ന പണിയിൽ എന്തും കൂടെ വന്നു? ഫിനാൻഷ്യൽ മാനേജ്മെന്റും കൂടെ വന്നു. മനസ്സിലായോ? അതിനാണ് ഞാൻ ആദ്യം എന്നോട് പറഞ്ഞത്, എന്താണ് നമ്മളോട് കാര്യം പറഞ്ഞത്, ഇത് കൂടുതലായിട്ട് അപ്ലൈ എവിടെയാണ്? അല്ല, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എവിടെ കൂടുതൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ ഏത് സ്ഥാപനത്തിലാ? കമ്പനികളിലല്ലേ? ആ, എന്തുകൊണ്ടാ? ഒരു സാധാരണ ചെറിയ ഷോപ്പ് എടുത്തു കഴിഞ്ഞാല് ആ ഓണർ തന്നെ ആയിരിക്കും ചിലപ്പോ അക്കൗണ്ടന്റ്, ഓണർ തന്നെ ആയിരിക്കും അതിന്റെ ഫണ്ട് കണ്ടെത്തുക, ഓണർ തന്നെ ആയിരിക്കും ചിലപ്പോ എന്ത് ഒക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവിടെ എല്ലാം ഒന്നാണ് അല്ലേ? നിങ്ങൾ ചെറിയ സാധനങ്ങൾ ചിന്തിക്കല്ലേ, വലുത് ചിന്തിക്ക്. വലിയ കമ്പനികളും ചിന്തിക്ക്. ചെറിയ പാർട്ട്ണർഷിപ്പ് ഈ പറഞ്ഞു, അവിടെ ചിലപ്പോ എന്ത് ചെയ്യും? ഈ പറഞ്ഞ അക്കൗണ്ടന്റിന് ഫിനാൻഷ്യൽ മാനേജറുടെ ഡ്യൂട്ടിയും കൂടെ അറിയാതെ കൊടുക്കും. ഈ പറഞ്ഞ ശരിയാണ്. ഇനിയിപ്പോ അടുത്ത മാസം ചെലവാക്കാൻ ഇത്ര പൈസ ഞങ്ങൾ തരുള്ളൂ, ഇതേ തരുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടുള്ള എക്സ്പെൻസ് സംഗതികളെ ഇയാൾ ചെലവാക്കുള്ളൂ. അപ്പൊ അവിടെ ഇയാൾ ആരും കൂടെയാണ്? ഫിനാൻഷ്യൽ മാനേജറും കൂടെയാണ്. മനസ്സിലായോ? ശ്യാമിന് മനസ്സിലായോ? ശ്യാം പോയോ? ഹലോ, ആള് പോയോ? സംഭവം കുട്ടികളെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ആ, ഇതാണ് സംഭവം. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ ചിലപ്പോ രണ്ട് പണിയും കൂടെ. അപ്പൊ ഒന്നുമല്ല, എനിക്ക് അക്കൗണ്ടിങ്ങും അറിയും ഫിനാൻഷ്യൽ മാനേജ്മെന്റും അറിയും. ഇന്നൊരു ഷോപ്പിൽ എടുക്കുകയാണെങ്കിൽ ഇന്ന വേണമെങ്കിൽ രണ്ടോടെ ആക്കിക്കൂടെ? ആ, അത്ര സംഭവമുള്ളൂ. ചെറിയ ചെറിയ ഷോപ്പൊക്കെ ആകുമ്പോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങളാവുമ്പോ. കാരണം അവിടെ വെക്കാൻ ഫിനാൻഷ്യൽ മാനേജിങ് എന്ന് പറയുമ്പോൾ ചെറിയ സ്ഥാപനത്തിലൊന്നും സ്കോപ്പേ ഇല്ല, ചെറിയ പണിയേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനെ കൂടുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട. അക്കൗണ്ടിങ് വേറൊരു തല. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിങ്ങും പ്രോഫിറ്റ് കണ്ടെത്തലുള്ളൂ. അതിന്റെ എത്രയോ എത്രയോ മടങ്ങ് പണിയാണ് എവിടെ വരുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് വരുന്നത്. ഓക്കെയോ? ആ, ഇനി നമുക്ക് ബാക്കി നാലെടുക്കാം. ഓക്കെ.